ഇനി അങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഖത്തറിൽ പോയതിൻ്റെ ഒരുപാട് വീഡിയോകൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഓർമ്മ എന്നുള്ള നിലക്കാണ് എടുത്തു വെച്ചിരുന്നത്. ഞാൻ അന്ന് ഖത്തറിൽ പോയ സമയത്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഫിഫ വേൾഡ് കപ്പ് കാണുന്നതിന് വേണ്ടി ഓരോ നാടിനെയും പ്രതിനിധീകരിച്ച് ഓരോ ടീമിനെയും കാത്തുകുത്തി അവർ നേരത്തെ വന്ന് ഇത്തരം പരിപാടികൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോ സംഗതികൾ അവതരിപ്പിക്കാനും അതിനുവേണ്ടി സമയം ചെലവഴിക്കാനും ജോലിയൊക്കെ ഒഴിവാക്കി ഇതിനു വേണ്ടി മാത്രം പിന്നെ ഖത്തറിലേക്ക് വന്ന് 1-2 മാസമൊക്കെ നിന്ന ഒരുപാട് ആളുകളെ അവിടെ കണ്ടിരുന്നു. അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ എവിടേക്ക് കുറേ ലോങ് നടക്കാനുണ്ടാകും, വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കാനുണ്ടാകും. അവിടെയൊക്കെ അവർ വളരെയധികം വേർതിരിച്ച് ഓരോരുത്തർക്ക് ഇരിക്കാൻ പാകത്തിന് ഓരോ സൈഡും അതുപോലെ സെക്യൂരിറ്റി ത്രൂ സെക്യൂരിറ്റി നമ്മളെ സഹായിക്കാനുണ്ടാകും. നമ്മളെവിടെയും പെട്ടുപോകില്ല, നമ്മൾ വഴിയറിയാതെ പെട്ടുപോകുന്നൊരു സംഗതി അവിടെ ഉണ്ടാവില്ല. എപ്പോഴും വലിയ ബാനറുകളും എല്ലാം എവിടെയാണെന്നുള്ള മാപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നതായിട്ട് അവിടെ കാണാനായി സാധിച്ചു. ഖത്തറിൻ്റെ ഫിഫ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വേൾഡ് കപ്പിൻ്റെ ഇതും അതിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. ഈ അറബികളുടെ അവർ തലയിൽ വെക്കുന്നത് കണ്ടിട്ടില്ലേ, അത് വെച്ചുകൊണ്ടുള്ള നമ്മൾ ഈ പറഞ്ഞ അലാവുദ്ദീൻ്റെ ഇടക്കില പോലത്തെ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ഇതായിരുന്നു. ഇത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മാച്ച് കാണാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ക്രീനാണ്. ആ സ്ക്രീനിൽ ഈ സ്റ്റേഡിയത്തിലൊക്കെ നേരിട്ട് പോയി ടിക്കറ്റ് എടുത്ത് കാണാൻ കഴിയാത്തവർക്ക് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ സ്ക്രീനുകൾ സജ്ജീകരിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ആ വലിയ സ്ക്രീനിൽ അവിടെ പുറത്തിരുന്ന് കാണാൻ പറ്റുന്നത് എന്ത് വലിയ സ്ക്രീനാണ്. എത്രങ്ങാനും ആൾക്കാർ അവിടെ തിരക്കരുന്നത് കാണാൻ വേണ്ടിയിട്ട്, മാച്ച് കാണാൻ വേണ്ടിയിട്ട്. ബംഗാളിയും ഇന്ത്യക്കാരും ഈജിപ്ഷ്യൻ, മിസ്രി, യമനി, ഇംഗ്ലണ്ട്, യൂറോപ്പ്, ബ്രസീൽ, അർജൻറ്റീന, അങ്ങനെ ഓരോ ഓരോ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ അവിടെ അങ്ങനെ വ്യത്യസ്തങ്ങളായ അവരുടെ വ്യത്യസ്ത ജീവിത രീതികൾ, വ്യത്യസ്ത ഡ്രസ്സിങ് ശൈലികളൊക്കെ കാണാനായി സാധിച്ചു. ഇതിപ്പോൾ എന്ന് പറയുന്നത് ശരിക്കും കോർണീഷ എന്നറിയാം. ഓരോരോ കോർണീഷയിൽ പോലെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല വൈബാണ്. നമുക്കിങ്ങനെ എല്ലാവരും നടക്കല്ലേ മാച്ച്, നമ്മുടെ ടീമിന് വേണ്ടിയുള്ള ഓരോ ഗ്യാങ് അങ്ങനെ ഒന്നിക്കുമ്പോൾ തന്നെ നല്ല വൈബാണ് നമുക്കവിടെ കിട്ടുക. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു മാച്ച് കാണാൻ വേണ്ടി ഇറങ്ങിയ ഒരു സന്ദർഭമായിരുന്നത്. അപ്പം ഞാൻ അങ്ങനെ എന്ത് ചെയ്തു, ജസ്റ്റ് എല്ലാ സ്ഥലത്തെയും വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. എനിക്ക് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ അങ്ങനെ ഖത്തറിൽ പോയത് കാണാമല്ലോ, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാമല്ലോ എന്നുള്ള ഇതിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ത്രൂ ഔട്ട് ഒരുപാട് ഏറ്റവും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിലധികവും പിന്നെ ഔട്ട് ഓഫ് ഖത്തറാണ്. ഖത്തറിൽ നിന്ന് പുറത്തുള്ളവരാണ് അധികം കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അധികവും ഈ പറഞ്ഞ ഫിലിപ്പീൻസ് ഉണ്ടാകും, പാകിസ്ഥാനികളുണ്ടാകും, ബംഗ്ലാദേശിൽ നിന്നുള്ളവരുണ്ടാകും, ഇന്ത്യക്കാരുണ്ടാകും. അധികവും അവരാണ് ഉണ്ടാവുക. പിന്നെ അവരാണ് വൈകുന്നേരം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ പിന്നെ ബാക്കിയുള്ള നാടുകളിൽ നിന്നുള്ളവർ, അവരൊക്കെ ഈ ഹയ്യ വിസക്ക് വന്ന ആൾക്കാരായിരുന്നു. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് ജിജോ ബ്രോ ആയിരുന്നു. ജിജോ ബ്രോ നല്ല ഹെൽപ്പിംഗ് മൈൻഡ് ആയിരുന്നു, എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാനായിട്ട്. ഞാൻ ഖത്തറിൽ പോയ സമയത്ത് നിന്ന സമയത്ത് ജിജോ ബ്രോ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. എൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ലോങ് നടക്കാനുണ്ട്. നമ്മുടെ ഖത്തറിൻ്റെ ഫിഫ വേൾഡ് കപ്പിന് അർജൻറ്റീനൻ്റെ ഒരു വലിയ വീഡിയോ വന്നിരുന്നു. അത് ശരിക്കും എടുത്തത് ഈ ഒരു ഇതിലാണ്. ഫുൾ അർജൻറ്റീനക്കാർ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നൊരു രംഗമുണ്ടായിരുന്നു. ജേഴ്സി ഇട്ടിട്ട് വന്നിട്ട് അതും ഇങ്ങനെ മൊത്തത്തിലിട്ടിട്ട് അവർ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ നിന്ന് ഡ്രോൺ വെച്ച് വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത്. സെക്യൂരിറ്റി നമുക്ക് കഴിയാന്നുണ്ട്, തമ്പപ്പ ഇതുണ്ട്, ഓക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മാച്ച് കഴിയുമ്പോഴുള്ള ആഹ്ലാദ പ്രകടനം നമുക്കവിടെ എല്ലായിടത്തും കാണാൻ കഴിയും. ഫുൾ മലയാളികൾ ഉള്ള എല്ലാവരും ഒരുമിച്ചിരിക്കുക. ആ ടീമിൻ്റെ ഭാഷ ഒരു പ്രശ്നമില്ലല്ലോ.
എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ആന്തലിക്കായിരിക്കും. ഇപ്പോൾ അർജൻറ്റീന മാച്ച് ജയിച്ചതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരുപാട് ഹാപ്പി മൊമെൻറ്റ്സ് ആണ് അവിടെ എനിക്ക് ലഭിച്ചു. നല്ല രസമായിരുന്നു. പോർച്ചുഗൽ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരു മാച്ചിൽ അർജൻറ്റീന അപ്പുറത്ത് ജയിക്കുന്നുണ്ടാവും, ഇപ്പുറത്ത് പോർച്ചുഗൽ ജയിക്കുന്നുണ്ടാവും. അപ്പുറം അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഓരോ സന്ദർഭങ്ങൾ നല്ല നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് കഴിഞ്ഞ ഒരു സമയമായിരുന്നു. അതുപോലെ റോഡുകളൊക്കെ ക്ലോസ് ആയിരുന്നു. അവിടെ വലിയ വലിയ ലോറികൾ പോയിരുന്നതാണ്. സ്ക്രീന് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇതാണ്. ശരിക്കും വലിയ സ്ക്രീനിൽ എല്ലാവരും കാണാൻ പാകത്തിന് വലിയ സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യത്യസ്ത കമ്പനികൾക്കും ഇതുമാതിരി ഓരോ സ്ഥലങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ അവരുടെ സ്പോൺസർ, അവരുടെ പരസ്യങ്ങൾ അതിൽ റൺ ചെയ്യിക്കുകയും ചെയ്തിരുന്നു. ഈ ഹൈസെൻസിൻ്റെ ഒക്കെ ടി-വിൻ്റെ ഒക്കെ കമ്പനികൾ നന്നായിട്ട് പ്രൊമോഷൻ ചെയ്തിരുന്നു അവിടെ. അവരുടെ തന്നെ ഒരു കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ശരിക്കും ഗവൺമെൻറ് കീഴിൽ തന്നെയാണ് കേട്ടോ. എല്ലാം ഗവൺമെൻറ് കീഴിൽ തന്നെ നേരിട്ട് നിയന്ത്രിക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇരിക്കാനൊരു സ്ഥലം അത് കുറച്ച് കഷ്ടപ്പെട്ടു. നമ്മളൊക്കെ ഇവിടെ തന്നെ ഈ ഫ്രണ്ടിൽ വന്നിരിക്കാനായിട്ട് കുറച്ച് പാടുപെട്ടു. എല്ലാവരും ഈ വൈകുന്നേരം ആയിക്കഴിഞ്ഞാലുള്ള സമാധാനം എന്താ വെച്ചാൽ പിന്നെ വെയിൽ അങ്ങനത്തെ പ്രശ്നം നമുക്കില്ല. സുഖമായിട്ട് ഇരിക്കുന്ന കളി മാച്ച് സുഖമായിട്ട് കാണാം. അതുപോലെ ഒരു ഗോളടിക്കുക അല്ലെങ്കിൽ വല്ലൊരു ത്രോ പോവുകയോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ടി-വിൻ്റെ ശരിക്ക് ഒരു ഇതിൻ്റെ മുമ്പിൽ ഇരുന്ന് കാണുന്ന ഒരു വൈബ് ഉണ്ടല്ലോ. നമ്മൾ വീട്ടിലൊക്കെ ടി-വി ഇരുന്ന് കാണുമ്പോഴുള്ള വൈബ് അറിയാമല്ലോ, നമ്മളെ പിള്ളേരൊക്കെ ആയിട്ട് അതേ സംഗതി നമുക്കിവിടെ ലഭിച്ചിരുന്നു. അങ്ങനത്തെ ഒരു മൊമെൻ്റ് കൂടെ ഇതിൽ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറേ ഇതാണ് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. ഇക്വഡോർ, സെനഗൽ, നെതർലാൻഡ്, ഇംഗ്ലണ്ട്, ഇറാൻ, USA, വെയിൽസ്, അർജന്റീന, സൗദി അറേബ്യ, മെക്സിക്കോ, പോളണ്ട്, ഫ്രാൻസ്. ഖത്തറിൽ ഞാൻ പോയിട്ട് ഞാൻ ഏറ്റവും ആസ്വദിച്ചത് എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ നിന്നിട്ടായിരുന്നു. അവിടെയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനമായിട്ട് നിൽക്കാനും സാധിച്ചു. എല്ലാ കാര്യങ്ങളും ബ്രദറിനെല്ലാം അറിയാവുന്നതുകൊണ്ട് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി. ഇപ്പോൾ ബ്രദറിൻ്റെ മക്കളുണ്ടായിരുന്നു. അവർ ഫുൾ ഫിഫേൻ്റെ ഒരു വൈബിൽ തന്നെയായിരുന്നു. മാച്ചത്തെ ഏത് എവിടെ പോകണം അവിടെ പോകണം, നല്ല രസമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നതാണ്. നമുക്കിവിടെ ഇങ്ങനെ ബ്രോഷർ മുഴുവൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടും. അതുപോലെ ഓരോ ടീമിൻ്റെ വ്യത്യാസങ്ങൾ അതൊക്കെ നമുക്കിങ്ങനെ കിട്ടും. അങ്ങനെ ഒന്ന് കിട്ടിയതാണിത്. നല്ല രസമുള്ള ഒരു ഇതായിരുന്നു. അതിൻ്റെ ഫുള്ള് നിങ്ങൾ ആദ്യമായിട്ട് ചെന്ന സമയത്ത് ഹയ്യ കണ്ടെത്താൻ പോയ സന്ദർഭത്തിൽ അവിടെ ടി വി നല്ല രസമുണ്ടായിരുന്നു. ഒരു ദിവസം മൊത്തത്തിൽ ഞങ്ങൾ ജയിച്ചപ്പോൾ ഞങ്ങൾ ബ്രസീൽ ടീം ഉണ്ടായിരുന്നു, അർജന്റീന ഉണ്ടായിരുന്നു. 2 ടീമുകൾ ഞങ്ങൾ ബ്രദറും അർജന്റീനയും. ഞങ്ങൾ ഇത് മൊത്തത്തിൽ ഒരു റാലി അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റാലിയിൽ പങ്കെടുക്കാൻ വ്യത്യസ്ത ടീമുകളൊക്കെ റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട്.